2009 ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വന്നത്. അന്ന് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കണുണ്ടായിരുന്നുള്ളൂ. എങ്കിലും വലിയ സ്റ്റൈലാക്കലായതുകൊണ്ട് ചുരിദാറിനിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് ചുരിദാറിനിട്ടിട്ട് തന്നെ പോയത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് കഥ മാറിയത്. അവിടെ ചുരിദാറിട്ടവർക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. എന്നാൽ പിന്നെ അമ്പലത്തിൽ പോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പുറത്ത് നിന്നപ്പോൾ ആരൊക്കെയോ പറഞ്ഞു വേഷ്ടി കിട്ടും ഇവിടെ, വേഷ്ടി എടുത്തിട്ട് പോവാന്ന്. അങ്ങനെ അവിടെ ക്യൂ നിന്ന് വേഷ്ടിയൊക്കെ വാങ്ങി. അതൊരു മുഷിഞ്ഞ വേഷ്ടി. അങ്ങനെ മുഷിഞ്ഞ വേഷ്ടിയൊക്കെ കൊടുത്തിട്ടാണ് ആദ്യമായിട്ടന്ന് അമ്പലത്തിൽ പോയത്. പിന്നെ 16 വർഷങ്ങളായി. അതേ പിന്നെ തിരുവനന്തപുരത്ത് പലതവണ വന്നിട്ടുണ്ടെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വരുന്നത് ഇപ്പോഴാണ്. അന്നത്തെ അനുഭവം ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ സാരി കൊടുത്തിട്ടാണ് വന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇവിടെ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ഉത്സവമാണ് അൽപ്പശി ഉത്സവം. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് അവിടെ നല്ല പോലെ ഉണ്ടായിരുന്നു. അതായത് പല വാഹനങ്ങളിലായിട്ട് അധിപതിയായിട്ടുള്ള അനന്തപത്മനാഭനെ ആചാരപരമായി പ്രദക്ഷിണം ചെയ്യുന്നതാണത്രേ ഈ അൽപ്പശി ഉത്സവത്തിൻ്റെ പ്രത്യേകത. പലതരം വാഹനങ്ങളായിരിക്കും ഓരോ ദിവസവും. അതിൽ ഗരുഡ വാഹനം, സിംഹാസന വാഹനം, അങ്ങനെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയ ദിവസം പല്ലക്ക് വാഹനത്തിലായിരുന്നു പ്രദക്ഷിണം ഉണ്ടായിരുന്നത്. ശ്രീ പത്മനാഭസ്വാമി, ശ്രീകൃഷ്ണസ്വാമി, ശ്രീനാരായണ സ്വാമി, ഈ പറഞ്ഞ ദേവന്മാരെയാണത്രേ ഈ ഘോഷയാത്രകളിൽ കൊണ്ടുപോകാറുള്ളത്. അതിൽ ശ്രീ പത്മനാഭൻ്റെ വാഹനം സ്വർണം കൊണ്ടും മറ്റുള്ള 2 വെള്ളി കൊണ്ട് നിർമ്മിച്ചതാവുന്നു. അല്ല, ഇങ്ങനെ കഥ പറഞ്ഞിരുന്നാൽ മതിയോ? എന്തെങ്കിലും കഴിക്കണ്ടേ? അങ്ങനെ ആര്യാസിൽ കയറി ഒരു അടിപൊളി മസാല ദോശയും ഒരു കോഫിയൊക്കെ കുടിച്ച് ഒരു കിടലോസ്കി മൈസൂർ പാക്ക് കണ്ടപ്പോൾ അതും മേടിച്ച് റൂമിലെത്തി. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ.